യഹൂദർ ഈശോ എറിയാൻ കല്ലുകൾ എടുക്കുന്നുണ്ട്. എന്തിനാ അവർ കല്ലുകൾ എടുത്തേ? ഈശോ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി, ഈശോ തൻ്റെ പേര് വെളിപ്പെടുത്തി. ഈശോയുടെ ഐഡൻറ്റിറ്റി ഐ ആം ഗോഡ്. ഈശോയുടെ പേര് ഐ ആം. ബിഫോർ എബ്രഹാം ഐ ആം എന്ന് പറയുന്ന ഈശോ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ മോശയോടാണ് ദൈവം ആദ്യമായിട്ട് തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത്. ഐ ആം എന്ന് പറയാം പേര് വയ്ക്കുമ്പോൾ. ഹീബ്രുവിൽ യാഹ്വേ എന്ന് പറയും, യാഹ്വേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാഹ്വേ എന്നുള്ളതൊരു നൗണല്ല, നാമമല്ല. യാഹ്വേ എന്നുള്ളതൊരു വെർബാണ്. അവർ ഗാഡ് ഈസ് എ വെർബ്. അവർ ഗാഡ് ഈസ് എവർ ക്രിയേറ്റീവ് എന്നാണ്. ഈസ് ലിവിങ് ആൻഡ് ക്രിയേറ്റീവ്. ഒരു സെൻറ്റൻസ് പൂർണ്ണമാവണമെങ്കിൽ, അതിന് മീനിങ് ഉണ്ടാവണമെങ്കിൽ അതിൽ വെർബ് ഉണ്ടാവണം. അതുകൊണ്ടാണ് നോബിൾ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ഈസ് വെർബ് എന്ന് പറയാം. ഇപ്പോൾ ജോൺ എന്ന് എഴുതി, ചേർച്ച് എന്ന് എഴുതി, രണ്ട് നൗൺസാണ്, എൻ്റെ ഇടയിൽ വെർബില്ല. ജോണെന്നും ചേർച്ചെന്ന് എഴുതിയാലും നമുക്ക് ഒന്നും മനസ്സിലാവില്ല, അർത്ഥമില്ല എന്നെ. പക്ഷെ ഞാനൊരു വെർബ് വെച്ചാലോ, ജോൺ ഗോസ് ടു ചേർച്ച്. ഇപ്പോൾ വെർബ് വരുമ്പോഴാണ് ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആവുന്നത്. ഇതുപോലെ തന്നെ ദൈവം ഉള്ളപ്പോഴാണ് നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആവുന്നത്. ഐ ആം എന്നാണ് പറയുക ദൈവത്തിൻ്റെ പേര്. അത് പ്രസൻറ്റ് ടെൻസ് ആണ്, അത് പാസ്റ്റ് അല്ല. സോ ഗോഡ് ഈസ് എവർ പ്രസൻറ്റ്, എവർ ഗ്രീൻ, എവർ ലാസ്റ്റിങ്. നമ്മുടെ ദൈവത്തിൻ്റെ പേര് പോലും എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര മീനിങ് ഫുള്ളാണ്.